കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ MD വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. തോട്ടം ഭുവനേന്ദ്രൻ യോഗത്തിന് സ്വാഗതം ആശംസിച്ചു. മലയാളത്തിന് ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുവാൻ കുറച്ച് എഴുത്തുകാരേ ഉള്ളൂ. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന എഴുത്തുകാരനാണ് എന്ന് ഞാൻ പറഞ്ഞത് ആയിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹമേ പോയിട്ടുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം നമുക്ക് മുന്നിലുണ്ട്. ആ MDയെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലോകം മുഴുവൻ അനുസ്മരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സമുദ്രതീരവും MDയെ അനുസ്മരിക്കാനുള്ള ഈ മഹാസമ്മേളനത്തിന് നാന്ദി കുറിച്ചത്. നമ്മൾ അനുസ്മരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. ജീവിതാനുഭവങ്ങൾ ഒത്തിരിയുള്ള സഹോദരങ്ങളുടെ ഒരു കൂട്ടായ്മയാണിത്. ജീവിതത്തിൽ പലതും കണ്ടു, പലതിലും തൊട്ടു, പലതും അറിഞ്ഞ് എത്തിയ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് MDയെ നമ്മൾ കാണുമ്പോൾ അതൊരു പ്രൊപ്പഗൻഡയുടെ ഭാഗമല്ല, മറിച്ച് നമ്മളോടൊപ്പം നിന്ന, ജീവിതത്തെ ജീവിതമായി കണ്ട, ജീവിതവ്യവുമായി ജീവിതത്തെ കരുതിയ ഒരു മഹാപ്രതിഭയാണ് നമ്മളിന്ന് ഇവിടെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതത്തെ നാം ഏത് രീതിയിൽ വിലയിരുത്തുന്നു, അതാണ് അതിൻ്റെ പ്രസക്തി. പോയ ആളുകളെയൊക്കെ അനുസ്മരിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല, ഇപ്പോഴുള്ള തലമുറയും വരും തലമുറയും ഒക്കെ അവരെങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതം ആർക്കൊക്കെ വേണ്ടിയായിരുന്നു എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഈ മഹാസമ്മേളനത്തിൽ പങ്കാളികളായിരിക്കുന്ന, ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞു. കാരണം പരിമിതമായ സമയത്തിന് ഉള്ളിൽ ഈ സമ്മേളനം നമുക്ക് നടത്തി തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ആത്മാർത്ഥമായി നമ്മുടെ സാംസ്കാരിക വേദിയുടെ, കലാസാഹിത്യ വേദിയുടെയും അധ്യക്ഷൻ്റെയും പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. MD വാസുദേവൻ നായർ അദ്ദേഹം തന്നെ പറഞ്ഞു, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ്, ഷേക്സ്പിയറിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മരണം ദുർബലം എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഈ പിറവിയും മരണവും ഒരുപോലെയാണ്. പിന്നീടൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഈ ജീവിതമെന്ന് പറയുന്നത് മരണത്തിൻ്റെ ഇടവേളയാണ്. അപ്പോൾ MD കൃത്യമായി 3 പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ട ആളാണ്. 40 വയസ്സ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു. കടുത്ത കരൾ രോഗബാധിതനായി. പിന്നീട് പ്രഷർ കൂടിയിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗം തളരേണ്ടതായിരുന്നു, അത് തളർന്നില്ല. പിന്നീട് ആക്സിഡൻറ്റ് പറ്റി കുറേ കാലം അദ്ദേഹം കിടന്നു. അപ്പോൾ മരണം വിടാതെ പിടികൂടിയ ഒരു എഴുത്തുകാരൻ. മറ്റൊരു രഹസ്യം എന്ന് പറയുന്നത്, MDയുടെ ഒരു സാധാരണ കൂടല്ലൂർ ഒരു സാധാരണ കാർഷിക കുടുംബമാണ്. ഒരുപാട് അംഗങ്ങളുണ്ട്. അപ്പം അവിടെ ജന്മനാ വൈകല്യത്തിലെത്തുമെന്ന് വിചാരിച്ച് പിറവിക്ക് മുമ്പേ ഈ കുട്ടി പിറക്കാതിരിക്കാൻ മരുന്ന് ചെയ്തു മാതാപിതാക്കൾ. MD ജനിക്കാതിരിക്കാൻ, അലസിപ്പോകാൻ. അന്നൊക്കെ നാട്ടുവൈദ്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ അതിനെയും തോൽപ്പിച്ചുകൊണ്ടാണ് MD ഈ ഭൂമുഖത്തേക്ക് വന്നത്. അപ്പം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു മനുഷ്യനാണ്. MDയുടെ സാഹിത്യ ലോകത്തെ, കഥാലോകം, നോവലിൻ്റെ ലോകം, നാടകം, സിനിമ, ലേഖനങ്ങൾ, ഇങ്ങനെ ഒരുപാടായിട്ട് നമുക്ക് വിന്യസിക്കാം. ഇതിലെല്ലാം നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഒറ്റയാളെയാണ്. ഇപ്പം 4 കെട്ടിലെ അപ്പുണ്ണിയെ നമ്മൾ എടുക്കുന്നു, 2-ാം ഊഴത്തിലെ ഭീമനെ എടുക്കുന്നു. ഇവിടെ എല്ലാം ഒരാളെയാണ്, ഒറ്റയാളാണ്. കാലത്തിലെ സേതുവിനെ എടുക്കുന്നു, അതും ഇത് തന്നെയാണ്. വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം, വ്യക്തിയും വ്യക്തിയുടെ അനുഭവങ്ങളും. അപ്പം ഈ മാടപ്പാട്ട് അപ്പുണ്ണി എന്ന് പറയുന്നത് അന്ന് മരുമക്കത്തായ വ്യവസ്ഥതയുള്ള കാലമാണ്. അച്ഛൻ്റെ സ്വത്തിൽ അനന്തരവർക്കാണ് സ്ഥാനം. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ ഒരുപാട് അരിഷ്ടതകളിലാണ് MD ജീവിച്ചത്. ആ അരിഷ്ടതകളൊക്കെ എല്ലാ കൃതിയിലും അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഒരു എടുത്തു പറയത്ത കാര്യം MD ഉപയോഗിച്ച ഭാഷ.
അത് ചലച്ചിത്രത്തിലായാലും കഥയിലായാലും നോവലിലായാലും ഭാഷയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട് MD ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഈ വായനക്കാരന് പകരുവാൻ MDയുടെ ഭാഷയിലൂടെ നമുക്ക് കഴിയും. അത്രയും വശ്യതയുള്ള മനോഹരമായ, ഞാൻ ഈ പഠിപ്പിക്കാൻ എനിക്ക് പുസ്തകങ്ങൾ കിട്ടുമ്പോൾ ആദ്യം സിലബസിൽ നിന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആദ്യം ഞാൻ നോക്കാറുള്ളത് കവിതയാണെങ്കിൽ ചങ്ങമ്പുഴ, കഥയാണോ നോവലാണെങ്കിൽ MD. ഇത് രണ്ടും പഠിപ്പിച്ചിട്ടേ ബാക്കി പഠിപ്പിക്കും. അപ്പോൾ മലയാള കവിതയിൽ ഇദ്ദേഹം ചങ്ങമ്പുഴയുടെ സ്വാധീനം, അതായ സ്വാധീനം ഗദ്യസാഹിത്യത്തിൽ ആര് ചെയ്തു? ഇദ്ദേഹം ചെയ്തു. തൊട്ടതെല്ലാം പൊന്നാക്കി കടന്നുപോയി, ഒന്നിനെയും മാറ്റിവെച്ചില്ല. ഇപ്പം രണ്ടാം ഊഴം എന്ന് പറയുന്നത് വ്യാസമൗനമാണ്. ധാരാളം വായിക്കുമായിരുന്നു. വാചാലമായ മൗനം, അധികം സംസാരിക്കില്ല. അധികം സംസാരിക്കാത്തതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വാചാലരായി കഴിഞ്ഞാൽ എഴുതുമ്പോൾ അത് കുറയും. അപ്പോൾ വലിയ സൂക്ഷ്മമായ രചനയെ കൈകാര്യം ചെയ്യുന്നവർ പലപ്പോഴും അല്പ ഗൗരവ സ്വഭാവക്കാരായിരിക്കും. അവർ മനസ്സിൻ്റെ അഗാധതയിൽ കഥാപാത്രങ്ങളുമായി ആത്മനിവേദനങ്ങളും ആത്മസംവേദനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറുള്ളത്. അപ്പോൾ എം ഡി തന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനാകുമെന്ന് വിചാരിച്ചില്ല. ഒരു ദിവസം അമ്മയുടെ അടുത്ത് ചെന്ന 2 അണ ചോദിക്കുന്നുണ്ട് MD. എന്തിനാണ്? താൻ എഴുതിയ സാധനം സ്റ്റാമ്പ് ഒട്ടിക്കാൻ, സ്റ്റാമ്പ് വാങ്ങിക്കാനാണ്. അത് ഒട്ടിച്ച് പേടിച്ചിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അമ്മാവന്മാർ അറിഞ്ഞ അടിയുള്ളൂ. ഈ ചെറുക്കൻ വലിയ എഴുത്തുകാരനാകും. അന്ന് എഴുത്തെന്ന് പറഞ്ഞാൽ ആധാരം എഴുത്ത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ എഴുത്തൊന്നുമില്ല. അപ്പോൾ ഇവനെ വലിയ സാഹിത്യകാരനാക്കണമെന്നൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ MD പറഞ്ഞു, എനിക്കിങ്ങനെയൊന്നും ആയിത്തീരുമെന്ന് ഞാൻ പോലും വിചാരിച്ചതല്ല. ഞാൻ എഴുതിയതെല്ലാം ഉത്കൃഷ്ടമാണ് എന്ന് എനിക്കൊരിക്കലും പറയാൻ കഴിയുന്നില്ല. അത് ഒരുപാട് വാനപ്രസ്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിലെ ആ ഡയലോഗുകളുണ്ട്. അതിലെ നായിക പറയുന്നുണ്ട്, രാജകുമാരിയായ ആ നായിക ഇയാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇയാളിലെ കഥകളി നടനെയാണ് അവരിഷ്ടപ്പെട്ടത്. അപ്പോൾ കഥകളി നടനെ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ പിന്നെ ഭീമനായും നളനായും അർജുനനായും ഒക്കെ കടന്നു പോകുന്ന ആ വേഷങ്ങളെയാണ് ആ സ്ത്രീ ഇഷ്ടപ്പെട്ടത്. ഒരിക്കലും പരുക്കൻ ജീവിതങ്ങളും പട്ടിണിയുമുള്ള ആ കഥകളി നടനെ ആയിരുന്നില്ല. അപ്പോൾ എവിടെയും അതിസൂക്ഷ്മമായ വ്യക്തികളെ എടുത്ത് കാണിക്കുക, ആ വ്യക്തിയിലൂടെ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ തിരിച്ചറിയാനുള്ള ഒരു വലിയ പ്രവണതയുടെ ഭാഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ എല്ലാം തന്നെ. അതൊക്കെ നമ്മൾ ആത്മാർത്ഥമായി വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും ആരെ ഓർക്കും? MD എന്ന് പറയുന്ന ആ വലിയ എഴുത്തുകാരനെ ഓർത്തുകൊണ്ടേയിരിക്കും. നമുക്ക് മറക്കാൻ കഴിയില്ല. അനുസ്മരണ യോഗം ഗാനരചയിതാവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ് MT വാസുദേവൻ നായർ. 1933 നമുക്കെല്ലാം അറിയാം, പാലക്കാടുള്ള കൂടല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ വർഷം 2024 കഴിഞ്ഞ ഡിസംബർ 25 അദ്ദേഹം നമ്മളെ വിട്ടുപോയി. മലയാള സാഹിത്യത്തിലെ ഇതിഹാസം എന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. മലയാളത്തിലെ ഏറ്റവും വലിയ സർവകലാശാല, ഞങ്ങളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, മലയാളത്തിലെ ഏറ്റവും വലിയ സർവകലാശാല. നമ്മളെ വിദ്യാഭ്യാസം ചെയ്ത ഒരു മനുഷ്യൻ, നമ്മളെക്കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച ഒരു മനുഷ്യൻ, എഴുത്തുകാരൻ MT. മനുഷ്യ മനസ്സിൻ്റെ വ്യഥകളും വിഹ്വലതകളും കഥയിലായിരുന്നാലും നോവലിലായിരുന്നാലും, അത് സിനിമയാകുമ്പോൾ അപ്രപാളികളിലായിരുന്നാലും ഒക്കെ നിങ്ങളെയും എന്നെയും ഹഠാത്ത് ആകർഷിക്കുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഹൂർത്തങ്ങളിൽ ഒരു കഥാപാത്രത്തിൻ്റെ വളർച്ചയും തളർച്ചയും ഒരുപോലെ കാണിക്കുവാൻ MTയുടെ എല്ലാ നോവലുകൾക്കും സാധിച്ചിട്ടുണ്ട്. വളർച്ചയുണ്ട്, തളർച്ചയുണ്ട്. അസുരവിത്തെടുത്താലും, ഞാൻ കൃതികളുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ തീരത്തില്ല. മുറപ്പെണ്ണായിരുന്നാലും, ഇരുട്ടിൻ്റെ ആത്മാവായിരുന്നാലും, ഓളവും തീരവും നേരത്തെ പറഞ്ഞല്ലോ, വിത്തുകൾ സിനിമയായിട്ടുണ്ട്, പഞ്ചാഗ്നി, നഗക്ഷതങ്ങൾ, ഇതൊക്കെ സിനിമയായി വന്ന പെരുന്തച്ഛനും പഞ്ചാഗ്നിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വടക്കൻ വീരഗാഥ അല്ലേ? ഇതിലേക്ക് കഥാപാത്രങ്ങളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നെങ്കിലും ഒഴിപ്പിച്ചു വിടുവാൻ, കുടിയൊഴിക്കാൻ സാധിക്കും. കുടിയൊഴിപ്പിക്കാൻ സാധിക്കും. നമ്മളിങ്ങനെ ചിലതെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കും, ചിലതെല്ലാം നമുക്ക് പുതിയ വഴികൾ കാണിച്ചു കൊണ്ടിരിക്കും. അതൊരു മാസ്മരികതയാണ് എഴുത്തുകാരൻ്റെ. ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുവാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് നിർമാല്യം സിനിമ കാണുമ്പോൾ തന്നെ അറിയില്ല, വായിക്കേണ്ട കാര്യമില്ല.
ബന്ധനമായിരുന്നാലും ദേവലോകമായിരുന്നാലും മഞ്ഞായിരുന്നാലും കടവ് വളരെയധികം ജീവിത അനുഭവ തീവ്രതയുള്ളത് അല്ലേ. ഇതെല്ലാം അദ്ദേഹത്തിന് തന്നെ 22 പ്രാവശ്യം സംസ്ഥാന അവാർഡും 6 പ്രാവശ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സിനിമ അവാർഡും ലഭിച്ചിട്ടുണ്ട്. വിദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം ജീവിച്ച സാഹചര്യം എന്ന് പറയുന്നത് നാട്ടിലെ ദുഃഖങ്ങളും നൈരാശ്യബോധവും ഒക്കെ കണ്ടു വളർന്ന ഒരു കുട്ടി എന്ന നിലയിൽ അദ്ദേഹത്തിന് ജീവിതം കുറേ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. ഒറ്റപ്പെട്ടവരുടെ ദുഃഖം കണ്ടുപഠിച്ച എഴുത്തുകാരൻ, അനുഭവിച്ച എഴുത്തുകാരൻ. MT ഉണ്ടായിരുന്നുവെങ്കിൽ, ഇനി ജീവിച്ചിരുന്നുവെങ്കിൽ പഠിക്കേണ്ട ഒരു ജീവിതമാണ് റൂവലിൻ്റെ ജീവിതം, റൂവൽ സിംഗിൻ്റെ ജീവിതം. MT അറിഞ്ഞിരുന്നുവെങ്കിൽ വരുമായിരുന്നു. റൂവൽ സിംഗിൻ്റെ ജീവിതം നോവലാകുമായിരുന്നു. ഞാൻ വെറുതെ പറയല്ല, സിനിമയാകുമായിരുന്നു. റൂവലിൻ്റെ അമ്മ മെയിൻ കഥാപാത്രമാകുമായിരുന്നു. റൂവലിൻ്റെ ഭാര്യ നായികയാകുമായിരുന്നു. ഇത് നിങ്ങൾ വെറുതെ തമാശയായിട്ട് എടുക്കണ്ട കേട്ടോ. റൂവലിൻ്റെ കുട്ടികൾ ഈ അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന പുതിയ കാലത്തിൻ്റെ വക്താക്കളാകുമായിരുന്നു. MT വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. MT ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നിട്ടുണ്ടോ? ഇല്ല. MTയുടെ ആത്മാവ് ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇവിടെ ഉണ്ട്. സിനിമയും സാഹിത്യവും സമൂഹത്തെ പരിഷ്കരിച്ചിട്ടുണ്ട്. KPSCയുടെ നാടകം സമൂഹത്തെ പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും MTയുടെ എഴുത്തുകളും സമൂഹത്തെ പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദീർഘമായി പോയി. നിങ്ങളുടെ എവരുടെയും ഈ വേദിയിലിരിക്കുന്ന ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീകുമാർ പ്ലാക്കാട് അധ്യക്ഷനായ അനുസ്മരണ യോഗത്തിൽ CV പ്രസന്നകുമാർ, രാധാകൃഷ്ണൻ, G രാജി, പാമ്പുറം അരവിന്ദൻ, ബേബി കൃഷ്ണൻ തുടങ്ങിയവർ അനുസ്മരണം നടത്തി. മലയാളമക്ഷരം വായിക്കാനറിയാവുന്ന ഏതൊരു മനുഷ്യനും എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. അതാണ് MT ഭാഷയുടെ ഒരു സവിശേഷത. ഇനി MTയുടെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ വൈയക്തികമായ വ്യക്തിപരമായ വേദനകളിൽ കിടന്ന് കുരുങ്ങുന്നവരാണ്. ആ വേദനകളിൽ നിന്ന് ഊർജം പകർന്നെടുക്കുന്നവരും ഉണ്ട്. പല നോവലുകളും നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ മനസ്സിലാവും. മറ്റ് ചില കഥാപാത്രങ്ങൾ ഈ പെണ്ണിനാൽ വഞ്ചിക്കപ്പെടുകയോ ചതിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനകൾ. പെണ്ണ് ഒരുപക്ഷെ സഹോദരിയാകാം, കാമുകിയാകാം, ഭാര്യയാകാം. ഇങ്ങനെ വിവിധ തലങ്ങളിലുള്ള പെണ്ണിനാൽ നിരാശരാക്കപ്പെട്ട, ആശാഭംഗം നേരിട്ടിട്ടുള്ള പുരുഷന്മാരാണ് അദ്ദേഹത്തിൻ്റെ നായക കഥാപാത്രങ്ങളിൽ അധികവും. നമ്മൾ ഏത് നോവലെടുത്താലും അങ്ങനെയാണ്. പക്ഷെ എന്നെ അദ്ദേഹത്തിൻ്റെ നോവൽ രചനകളിൽ ഏറ്റവും അധികം ആകർഷിച്ച നോവൽ മഞ്ഞ് എന്ന നോവലാണ്. ഞാൻ ഏറ്റവും അധികം പ്രാവശ്യം വായിച്ച നോവലും മഞ്ഞ് ആണ്. 1984 ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ആ പുസ്തകം പഠിക്കാനുണ്ടായിരുന്നു, MTയുടെ മഞ്ഞ്. അതെന്നെ പഠിപ്പിച്ചത് അപ്പൻ സാറുമാണ്. അപ്പോൾ ആ നോവലിലേക്കുള്ള എൻ്റെ ആകർഷകത്വത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. സാറ് മഞ്ഞിനെക്കുറിച്ച് സംസാരിച്ചത് ഏതാണ്ട് 30 മിനിറ്റാണ്. ഒരു നോവലിനെക്കുറിച്ച് മുഴുവൻ പഠിപ്പിച്ചു തന്നത് വെറും 30 മിനിറ്റ് കൊണ്ടാണ്. പിന്നെ അദ്ദേഹം ഒരു നോട്ട്സ് തരും. ആ നോട്ട്സ് ആ നോവലിന് പകരമാണ്. MTയുടെ ഭാഷയിലാണ് ആ നോട്ട്സ്. ഞാനത് മുഴുവൻ കാണാതെ പഠിച്ചു വച്ചിരുന്നു, അതുപോലെ എഴുതാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും അത്യാവശ്യം പഠന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഉറങ്ങാൻ തലയിണയിലേക്ക് തല ചായ്ക്കുമ്പോൾ മഞ്ഞ് എന്ന നോവലെടുത്ത് ഏതെങ്കിലും ഭാഗം എടുത്ത് വായിച്ച് കിടന്ന് ഉറങ്ങും. അങ്ങനെ
ഉറങ്ങണമെങ്കിൽ മഞ്ഞ് വായിക്കേണ്ടിയിരുന്ന ഒരവസ്ഥയിലൂടെയാണ് 3 വർഷക്കാലം ഞാൻ കടന്നുപോയത്. ആ നോവലിലെ എല്ലാ കഥാപാത്രങ്ങളും കാത്തിരിക്കുന്നവരാണ്. അതിലെ പ്രധാനപ്പെട്ടൊരു കഥാപാത്രമാണ് വിമല. വിമല സ്വന്തം വീട്ടിലെ അസ്വസ്ഥതകൾ കാരണം ജോലി തേടി ഒരുതരം രക്ഷപ്പെടൽ എന്നുള്ള നിലയിൽ അങ്ങ് കാശ്മീരിലുള്ള ഗോൾഡൻ നൂക്കിൽ കുമയൂൺ കുന്നുകൾക്കിടെ താഴ്വരയിൽ താമസിക്കാൻ പോകുന്നൊരു അധ്യാപികയായിട്ട്. വീട്ടിലെ അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയായിരുന്ന അച്ഛൻ, അമ്മ, സുന്ദരിയായ അമ്മ അണിഞ്ഞൊരുങ്ങി അന്യപുരുഷന്മാരെ തേടിപ്പോകുന്നു. അനുജത്തി വൈകുന്നേരമാകുമ്പോൾ അണിഞ്ഞൊരുങ്ങും, ആരുടെയെങ്കിലും കയ്യിൽ പ്രേമലേഖനങ്ങൾ കൊടുത്തുവിടും, ആർക്കൊക്കെയോ. അങ്ങനെ ഒക്കെയുള്ള ആ അന്തരീക്ഷത്തിൽ അനുജൻ കഞ്ചാവിനും ചരസിനുമൊക്കെ വിധേയനായി. അവിടെ നിന്ന് മാനസികമായി രക്ഷപ്പെടാൻ വേണ്ടി വിമല കാശ്മീർ താഴ്വരയിലേക്ക് ഒരു ജോലി തേടിപ്പോവുകയാണ്, കുമയൂൺ കുന്നുകൾക്കിടയിലുള്ള താഴ്വരയിൽ. അവിടെ ചെന്നപ്പോൾ സുധീർ കുമാർ മിശ്ര എന്നൊരു സഞ്ചാരിയുമായി ഒരിക്കൽ പരിചയപ്പെട്ടു. ആ പരിചയം അയാൾക്കെല്ലാം നൽകുന്ന ഒരവസ്ഥയിലേക്ക് മാറി. സുധീർ കുമാർ മിശ്ര എന്ന തൻ്റെ കാമുകന് വിമലയെല്ലാം നൽകി. ഒരിക്കൽ സഞ്ചാരിയായ അയാൾ തിരിച്ചുപോയി. പിന്നീട് നീണ്ട 9 വർഷങ്ങളായിട്ട് ആ താഴ്വരയിൽ വിമല കാത്തിരിക്കുകയാണ് സുധീർ കുമാർ മിശ്ര എന്ന തൻ്റെ സ്നേഹിതനെ, തൻ്റെ കാമുകനെ. അങ്ങനെ അവൾ ആ കാലമെത്തുമ്പോൾ, ടൂറിസ്റ്റുകൾ വരുന്ന ആ കാലമെത്തുമ്പോൾ ആ താഴ്വരയുടെ കരയിലൂടെ നടക്കും. അങ്ങനെയാണ് ഒരിക്കൽ അവൾ കണ്ടുമുട്ടിയതൊരു ബുദ്ധുവിനെ. 18 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ പയ്യൻ, കൊച്ചു പയ്യൻ. വെള്ളാരം കണ്ണുകളാണ് അവന്, ചെമ്പിച്ച മുടിയാണ്, മന്ദബുദ്ധികളെ പോലുള്ളൊരു പെരുമാറ്റം. അവൻ്റെ കയ്യിലൊരു പഴയൊരു ഫോട്ടോ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അത് അവൻ്റെ അച്ഛനൊരു സായിപ്പായിരുന്നു. മുമ്പ് 18 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സഞ്ചാരിയായിട്ട് വന്നൊരു സായിപ്പിന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊണ്ടുകൊടുത്ത ആ നാട്ടുകാരിയായ ഒരു പെണ്ണിൽ ജനിച്ച മകനാണ് ബുദ്ധൂസ്. അയാൾ തിരിച്ചു പോയപ്പോൾ അമ്മയുടെ കയ്യിൽ അവശേഷിച്ചത് ആ സായിപ്പിൻ്റെ ഒരു ഫോട്ടോയാണ്. നിറം മങ്ങിയ ആ ഫോട്ടോ അവൻ കയ്യിൽ വെച്ചുകൊണ്ട് ആ അവിടേക്ക് കടന്നു വരുന്ന എല്ലാ സഞ്ചാരികളെയും അവൻ നോക്കും. ഈ ആളുകളിൽ എൻ്റെ അച്ഛൻ്റെ ഗോരാ സാഹിബിൻ്റെ മുഖമുണ്ടോ എന്ന ആ ഫോട്ടോ അവൻ ആരും അറിയാതെ നോക്കും. അങ്ങനെ അവൻ കാത്തിരിക്കുന്നത് സായിപ്പായിട്ടുള്ള അവൻ്റെ അച്ഛനെയാണ്. മറ്റൊരാൾ കാത്തിരിക്കുന്നത് മരണത്തെയാണ്. സർദാർജി, ഹൃദയരോഗിയായ സർദാർജി എന്നും രാവിലെ നടക്കുന്നതിനിടയിൽ വിമലയെ കണ്ടുമുട്ടും. അപ്പോഴൊക്കെ അയാൾ, ഞാൻ മരണത്തെ കാത്തിരിക്കുന്നു. വിമല ടീച്ചർ, നിങ്ങൾ സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുമ്പോൾ ഞാൻ കാത്തിരിക്കുന്നത് മരണത്തെയാണ്. സാറ് പറഞ്ഞതുപോലെ മരണം രംഗബോധമില്ലാത്ത കോമാളിയെപ്പോലെ എപ്പോഴെങ്കിലും കടന്നു വരും. ഇങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒരു കവിതയാണ്, ഒരു കാവ്യമാണ് മഞ്ഞ് എന്ന നോവൽ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ്സ് കുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അക്ഷരം എന്ന് പറയുന്നത് നാശം. അക്ഷരം നാശമില്ലാത്തതേതാണോ അതാണ് അക്ഷരം. അപ്പോൾ MD എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ അക്ഷരം തന്നെയാണ്. അപ്പോൾ അവിടെ MDയെക്കുറിച്ച് ഒന്ന് അനുസ്മരിക്കുന്ന ഒരു വേദിയിൽ വരുവാനും 2 വാക്ക് MDയെക്കുറിച്ച് പറയുവാനും അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു മഹാഭാഗ്യം. ഇത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ, നമ്മുടെ മുഖ്യപ്രഭാഷകൻ, നമ്മുടെ അധ്യക്ഷൻ, ഇത്രയും 3 പേര് സംസാരിച്ചപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരുപാട് MDമാർ ജനിക്കുകയാണ്. ഒരു MD അല്ല ഇപ്പോൾ. MD ഇങ്ങനെ അനന്തമായിട്ട് തന്നെ നമ്മുടെ മുന്നിൽ ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി നിറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തർക്കും MDയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്, MDയെക്കുറിച്ച് ഓർക്കുവാനുണ്ട്. നമ്മുടെ സ്നേഹം മനുഷ്യനെ ഒരിക്കൽ കൂടി മനുഷ്യനാക്കുന്നു എന്ന് പറയും പോലെയാണ് MDയുടെ കഥകൾ
നാം വായിക്കുമ്പോൾ നമ്മളെ ഒരിക്കൽ കൂടി മനുഷ്യനാക്കുന്നത്. ഇവിടെ ശ്രീകുമാർ സാറ് പറഞ്ഞ ഈ മഞ്ഞ് കലാലയ ജീവിതം കഴിയുന്ന അല്ലെങ്കിൽ കലാലയ ജീവിതം അനുഭവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഏതൊരു വിദ്യാർത്ഥിയുടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന യുവാവിൻ്റെയും അസ്വസ്ഥമായ മനസ്സുള്ള ഏതൊരാളിൻ്റെയും ഒരു വേദപുസ്തകം പോലെ, ഒരു പുരാണ ഗ്രന്ഥം പോലെ, ഒരു മഹാകാവ്യം പോലെ അവരുടെ തലയിണയ്ക്കരികിൽ അല്ലെങ്കിൽ കയ്യെത്തുന്ന അകലത്തിലുള്ള ടീപ്പോയുടെ മുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അത് വസ്തുത തന്നെയാണ്. ഞാനും സ്വന്തമായി അത് മറ്റാർക്കും കൊടുക്കാതെ ഇന്നും സൂക്ഷിക്കുന്ന ഒരു പുസ്തകം മഞ്ഞ് തന്നെയാണ്. ശ്രീകുമാർ സാർ അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം കൂടി ഓർത്തുപോയി. MT ഒരുപാട് ഒറ്റപ്പെടലിൻ്റെ ഒരു ഉടമയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളിലും സിനിമകളിലും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ആരായിരുന്നു MT? ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകൻ ഒരു കാര്യം സൂചിപ്പിച്ചു, MTക്ക് മുൻപും MTക്ക് പിമ്പും. എനിക്ക് പിന്നീടുള്ള കാര്യത്തെ ഓർത്താണ് ഇപ്പോൾ ദുഃഖം. MTയെക്കുറിച്ച് ധാരാളം പേര് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഇനി ആരാണുള്ളത്? മലയാള ഭാഷയെ, അതിൻ്റെ സൗന്ദര്യത്തെ സാഹിത്യത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് നിലനിർത്തുവാൻ നമുക്കൊരു എഴുത്തുകാരനെന്ന് പേര് പറയാൻ ഇനി ആരാണുള്ളത്? നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സാമൂഹ്യ ഘടന അതെയാണ്. നമ്മുടെ സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വികാസവും അയാളുടെ സുഖവും ദുഃഖവും ഒക്കെ ഒതുങ്ങി നിൽക്കുന്നത് അതാണ്. MTയുടെ ഒരു കാലഘട്ടത്തിലെ അന്ന് നിലനിന്ന മരുമക്കത്തായം എന്ന് പറയുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയുണ്ട്. ഏതൊരു എഴുത്തുകാരനും തൻ്റെ ചുറ്റുപാടുമുള്ള സാമൂഹ്യ വ്യവസ്ഥയെ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കൃതികൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ആ നിലയ്ക്ക് MT ഒറ്റപ്പെട്ട ഒരു ചിന്തയുടെ ഉടമയല്ലായിരുന്നു. ഭയപ്പാടില്ലാതെ എഴുതുവാൻ MTക്ക് ശേഷം നമുക്കാരാണുള്ളത് എന്നുള്ള ചോദ്യമാണ് നമ്മളെ വല്ലാതെ ഉത്കണ്ഠാകുലരാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ MTയെ സ്നേഹിക്കുന്ന ആളുകളാണ് നമുക്ക് പുറം ലോകത്ത് കിടക്കുന്ന സ്പന്ദനങ്ങൾ നമുക്ക് നമ്മുടെ ഈ തറവാടിനകത്ത് നമ്മുടെ ഹൃദയസ്പന്ദനങ്ങൾ കൂടെ ചേർത്ത് വെച്ച് അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നാം ഇനി നിലാവ് പരക്കുന്നത് പുറത്ത് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ കൂടി നിലാവ് പരക്കുന്നുണ്ട്. ആ നിലാവ് പരത്തുവാൻ എഴുത്തുകാരനും കവിക്കുമല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ എഴുത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിലാവ് പരത്തുന്ന ഇത്തരം എഴുത്തുകാരെ അനുസ്മരിക്കുവാൻ ഇവിടെ കൂടിയ സുമനസ്സുകളായ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏതാണ്ട് 63 സിനിമാ തിരക്കഥകൾ മലയാളത്തിലെ ഈ 63 സിനിമാ കഥകളും ഏതാണ്ട് ഒന്നാം നിരയിലുള്ള സിനിമാ കഥകളാണ്. എത്രയോ സിനിമാ കഥകൾ മലയാള സിനിമാ രംഗത്ത് വന്നിട്ടുണ്ട്. അതിലേതാണ്ട് ഒന്നാം നിലവാരത്തിലേക്ക് വരുന്ന 63 സിനിമാ കഥകൾ. ഈ 63 സിനിമാ കഥകളിൽ നിന്നുള്ള നായകന്മാർ പല ആവർത്തി തന്നെ ദേശീയ പുരസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞു 6 തവണ MTക്ക് തന്നെ സിനിമയുടെ ദേശീയ അംഗീകാരം, 22 തവണ സംസ്ഥാന അംഗീകാരം. അങ്ങനെ മലയാള സിനിമാ രംഗത്തിൻ്റെ സർവസ്വമായിരുന്നു MT. നമ്മളെ ഈ മലയാള സാഹിത്യത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞു, മലയാള സാഹിത്യത്തെ ഇന്ത്യൻ സാഹിത്യത്തോട് ആ സാഹിത്യത്തിനുള്ള എല്ലാ പുരസ്കാരങ്ങളും ഒടുവിൽ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം വരെ അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. ഇനി ഒരു പുരസ്കാര വേദിയിൽ അതുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ദീർഘമായി സംസാരിച്ചു പോകുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓരോ ചെറുകഥയെക്കുറിച്ചും ഓരോ നോവലിനെക്കുറിച്ചും ഓരോ സിനിമയെക്കുറിച്ചും മണിക്കൂറുകളോളം നമ്മൾ സംസാരിച്ച് അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് വളരെ ചുരുക്കി, അതായത് അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പുരസ്കാര നിമിഷത്തിൽ അദ്ദേഹം ചോദിച്ചു, മലയാളത്തിൽ നിന്ന് സമ്മാനങ്ങളുടെ സമ്മാനമായ അവാർഡുകളായ നോബൽ സമ്മാനത്തിന് അർഹതയുള്ള ആരും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ, അങ്ങനെ ആരുമില്ലേ എന്ന ആ സദസ്സിനോടുള്ള ചോദ്യത്തിന് സദസ്സിൽ നിന്ന് പ്രതികരിച്ചത്
വാരഫലം കൃഷ്ണൻ നായരായിരുന്ന നിരൂപണ രംഗത്ത് ഒരു സാഹിത്യ സിംഹമായിരുന്ന തൻ്റെ ആ നിരൂപണത്തിലൂടെ അല്ലേ സിംഹം ഈ ഇതിനെയൊക്കെ കടിച്ചു കുടയുന്നത് പോലെ ഈ സാഹിത്യകാരന്മാരെയൊക്കെ കടിച്ചു കുടഞ്ഞ് നേർവഴി കാട്ടിക്കൊടുക്കുന്ന ഒരു നിരൂപണ സിംഹമായിരുന്ന വാരഫലം കൃഷ്ണൻ നായരാണ് അതിന് പറഞ്ഞത്. ഉണ്ട് 2 സാഹിത്യകാരന്മാർ, ഒന്ന് എൻ കുമാരനാശാനും മറ്റൊന്ന് വൈലോപ്പിള്ളി ശ്രീധരമേനോനും എന്നാണ് വാരഫലം കൃഷ്ണൻ നായർ പറഞ്ഞത്. അവിടെയും നോവൽ സാഹിത്യം, കഥാസാഹിത്യം വന്നില്ല. അതുകൊണ്ട് തന്നെ മലയാള സാഹിത്യത്തെ നോവൽ സാഹിത്യത്തിലേക്ക് ഉയർത്താനുള്ള ഒരു വല്ലാത്ത പരിശ്രമം അദ്ദേഹത്തിൻ്റെ ഈ നോവലുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സന്ദർഭത്തിൽ ഇതേപോലെ ഈ ഭാഷാ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹവും സി രാധാകൃഷ്ണൻ എന്ന മലയാളത്തിൻ്റെ മറ്റൊരു പ്രസിദ്ധനായ നോവലിസ്റ്റ് നമുക്കറിയാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിൽ ഇവർ 2 പേരും ബിരുദത്തിന് പഠിച്ചത് രസതന്ത്രമാണ്. മലയാള സാഹിത്യത്തിലല്ല ഇവർ ബിരുദമെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവർ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞു, നമ്മുടെ ബിരുദ പഠനത്തിന് മലയാളം എടുക്കാതിരുന്നത് ഭാഗ്യമായിപ്പോയോ എന്ന് ചോദിച്ചപ്പോൾ MT അതിന് കൃത്യമായി പറഞ്ഞത്, അതുകൊണ്ട് തേൻ കൊണ്ട് നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കേണ്ടി വന്നില്ല എന്നാണ്. നോക്കിയാണ്, തേൻ ഉപയോഗിച്ച് പുളിശ്ശേരി ഉണ്ടാക്കേണ്ടി വന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കാൻ, അങ്ങനെ അതിലെ അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധങ്ങളായ സിനിമകളിലുള്ള ഓരോ കഥാപാത്രങ്ങളും ആ നോവൽ വായിക്കുമ്പോൾ, നമ്മളിപ്പോൾ സാധാരണ ഒരു നോവൽ വായിക്കുമ്പോൾ സിനിമ കാണുമ്പോൾ അതൊക്കെ കണ്ടങ്ങ് അവസാനിക്കുകയാണ്. പക്ഷേ ഇതിലെ ചില കഥാപാത്രങ്ങൾ നമ്മളെ പിന്തുടരും. എനിക്ക് ഏറ്റവും മറക്കാനാവാത്ത ഒരു തിരക്കഥ ഫിലിമാണ് ഈ വടക്കൻ വീരകഥ എന്ന് പറയുന്നത്. MTക്ക് മുമ്പും MTക്ക് പിമ്പും എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഞാൻ ആലോചിച്ചു പോയതാണ്. കാര്യം ആ ചിത്രം ഇറങ്ങുന്നത് വരെ നമ്മൾ പണ്ട് നസീറിൻ്റെയും ഉമ്പറിൻ്റെയൊക്കെ വടക്കം പാട്ടുകൾ കണ്ടിട്ട് അല്ലേ, ചതിയനായ ഒരു ചന്തുവിൻ്റെ ചിത്രമാണ് നമ്മൾ ഉള്ളിലുള്ളത്. പക്ഷേ ആ എഴുത്തിൻ്റെ കരുത്തിൽ, ആ എഴുത്തിൻ്റെ ശക്തിയിൽ ആ ചിത്രത്തെ പാടെ മാറ്റിമറിക്കുകയാണ് MT സാർ ചെയ്യുന്നത്. ഇന്ന് ചന്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പഴയ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഇന്ന് തെളിയുന്നത് MTയുടെ ചന്തുവാണ്. അതായത് നല്ല ഒരു വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ചന്തുവിനെയാണ് നമുക്ക് ഇന്നും ഓർക്കാൻ സാധിക്കുന്നത്. ആ സിനിമ കണ്ട് വന്ന കുട്ടികളോട് യഥാർത്ഥ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് നമ്മളെ തല്ലും. കാര്യം അങ്ങനല്ല ചന്തു. അത്രയ്ക്ക് രചനാ വൈവിധ്യമുള്ള, രചനയുടെ ശക്തിയുള്ള ഒരു എഴുത്തുകാരൻ തന്നെയായിരുന്നു MT സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്, ഇവിടെ ഞാനൊരു ഗാനം ആലപിക്കും. ഗാനവും MT സാർ എഴുതിയിട്ടുള്ള, തിരക്കഥ ചെയ്തിട്ടുള്ള ഒരു സിനിമയിലായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരികളൊന്നും അറിയത്തില്ലായിരുന്നു. ഞാനിങ്ങനെ ഓർമ്മയിൽ നിന്ന് ചില വരികൾ കുത്തിക്കുറിച്ചതാണ്. പേപ്പറൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ അത് നോക്കിയിട്ടൊന്നുമില്ല, ഞാൻ കേട്ട് രീതിയിൽ ഞാൻ ഒന്ന് പാടി നോക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. നഗക്ഷതകൾ എന്ന ചിത്രത്തിൽ ONV സാർ എഴുതിയത്, രവി ബോംബെ സംഗീതം ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ജയചന്ദ്രൻ മാസ്റ്റർ പാടിയിട്ടുള്ള പാട്ടാണ്. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ. ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണരാജികളില്ലയോ, ഇല്ലയോ, ഇല്ലയോ. കേവല
കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ, ഒരു ദേവദൂതികയാണു നീ. അമ്പരസു സരസിൽ നീന്തിടും ഹംസഗീതങ്ങളില്ലയോ, സർഗസാഗരത്തിൻ അഗാധ നിശബ്ദ ശാന്തതയില്ലയോ, ഇല്ലയോ ഇല്ലയോ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണ് നീ, ഒരു ദേവദൂതികയാണു നീ. മൗനത്തിലൂടെ മലയാള സാംസ്കാരിക രംഗത്തും അതുപോലെ സാഹിത്യരംഗത്തും വിപ്ലവം കൊണ്ടുവന്ന മഹാനായ ഒരു എഴുത്തുകാരനാണ് MT. മൗനത്തിന് എത്രത്തോളം ആഴമുണ്ടെന്നും ആ നിശബ്ദത എത്രത്തോളം വാചാലമാണെന്നും നമ്മുടെ മലയാളക്കരയെ അറിയിച്ച ഒരു സാഹിത്യകാരനാണ് ശ്രീ MTയുടെ പുസ്തകങ്ങൾ കുറേ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് വായിച്ചിട്ടുള്ളത് കൂടുതലും 15 വയസ്സിന് മുമ്പായിരുന്നു. ഇപ്പോൾ അതിൽ പല കഥാപാത്രങ്ങളെ ഓർമ്മിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കഥ തന്നെ ഓർമ്മ വരുന്നത്. പിന്നെ അടുത്ത കാലത്ത് വീണ്ടും വായിച്ചത് അസുരവിത്താണ്. ഇപ്പോൾ എല്ലാ അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളും, മിക്ക നോവലുകളും അങ്ങനെ വായിക്കാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിലും ഇവിടെ ഓരോരുത്തർ ആ നോവലുകളെ പറ്റി പറയുമ്പോഴാണ് അത് ഞാൻ വായിച്ചിട്ടുള്ളതാണല്ലോ, അതിൻ്റെ കഥാപാത്രത്തിൻ്റെതാണല്ലോ എന്നുള്ള ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ആ നോവലുകളെ പറ്റിയൊന്നും കൂലങ്കഷമായി പറയാനുള്ള ഒരു അറിവ് ഓർമ്മ എനിക്കിപ്പോൾ ഇല്ല. സൗഹൃദത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു MT എന്നാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹത്തിന് വളരെ ചുരുക്കമായിട്ടുള്ള സൗഹൃദങ്ങളെ ഉണ്ടായിട്ടുണ്ട്. ആ സൗഹൃദത്തിൽ ഏറ്റവും അദ്ദേഹത്തിൻ്റെ മുന്നിട്ട് നിന്ന് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ സൗഹൃദമായിട്ടിരുന്ന NB മുഹമ്മദ് എന്ന സാഹിത്യകാരനാണെന്ന് ആണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയാണ് ഞാൻ പത്രങ്ങളിൽ വായിച്ചതും. NBയും MTയും ചേർന്ന് എഴുതിയ ഒരു നല്ല സുന്ദരമായ മനോഹരമായ ഒരു നോവല് നമ്മളെ മലയാള ഭാഷയിലുണ്ട്, അറബി പൊന്ന്. 9 ദിവസം കൊണ്ടാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതി തീർത്തതെന്നാണ് വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. 9 ദിവസം, വെറും 9 ദിവസം കൊണ്ട് ഒരു മഹത്തായ ഒരു നോവൽ എഴുതി തീർക്കണമെങ്കിൽ. പക്ഷെ അതിനുവേണ്ടി അവർ പല ഈ സ്മഗ്ലേഴ്സിനെ, അന്ന് മലബാറിൽ ഇങ്ങനെ സ്മഗ്ലേഴ്സ് ധാരാളം ഉണ്ടായിരുന്ന, സ്വർണ്ണക്കടത്തുകാർ ധാരാളം ഉണ്ടായിരുന്ന സമയമാണ്. അവരെ ഇടയിൽ ചെന്ന് അവരുമായിട്ട് സംസാരിച്ച് എങ്ങനെയാണിത് കൊണ്ടുവരുന്നതൊക്കെ നാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ ഈ നോവൽ എഴുതുകയും തങ്ങളിൽ ചർച്ച ചെയ്യുകയും പലപ്പോഴും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു സ്ഥലത്ത് ഇരുന്നാണ് ഈ നോവൽ എഴുതി തീർത്തതെന്നാണ് പറയപ്പെടുന്നത്. രണ്ടുപേർക്കും ഏത് അധ്യായവും എഴുതാൻ കഴിയുമായിരുന്നു എന്നും വായിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സൗഹൃദത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹവും ആദ്യമേ തുടങ്ങിയത് കവിതകളിലാണ് അദ്ദേഹം ആദ്യം എഴുതി തുടങ്ങിയത് എന്നും വായിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കവിതകളിലാണ് അദ്ദേഹം ആദ്യം എഴുതി തുടങ്ങിയത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾ ആണെന്നാണ് അല്ലേ, വളർത്തുമൃഗങ്ങൾ 4 ഗാനങ്ങളോ മറ്റുമാണ് അതിലുള്ളത്. ആ ഗാനങ്ങളുടെ അന്ന് ഗാനരചനയെന്നല്ല അന്ന് ആ ടൈറ്റിൽ എഴുതി കാണിച്ചത്, ആ സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിച്ചത് കവിത MT വാസുദേവൻ നായർ എന്നാണ് എഴുതി കാണിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ വരികൾ ഗാനത്തിനുപരി കവിതകളായതുകൊണ്ട് കൂടിയായിരിക്കാം അന്നങ്ങനെ എഴുതി കാണിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ലേഖനമാണ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചതെന്ന് തോന്നുന്നു. അതിനുശേഷമാണ് പിന്നെ കഥാസമാഹാരത്തിലേക്ക് കിടക്കുന്നതും കഥ എഴുതാൻ തുടങ്ങുന്നതും ഒക്കെ പിന്നെ നോവലുകളിലേക്ക് വന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും അധികം സൗഹൃദങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്തൊരു വ്യക്തിയായിരുന്നു എന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്.
കാരണം അദ്ദേഹം ഒരു ഏകാന്ത ജീവിയെ പോലെയായിരുന്നു. തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്ന ആ MD തുഞ്ചൻ പറമ്പ് അവൻ്റെ സാരഥ്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് പല ദിവസങ്ങളിലും പോകാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. കാരണം അതിനടുത്തായിരുന്നു എനിക്ക് ആദ്യകാലത്ത് ജോലി കിട്ടിയത്. തൃക്കണ്ടിയൂർ അമ്പലവും അതിനടുത്തുള്ള MDയുടെ അല്ല ഈ തുഞ്ചൻ പറമ്പും. അന്ന് തുഞ്ചൻ പറമ്പിൽ ചെന്നാൽ എഴുത്തച്ഛനെ നമ്മൾ ഓർമ്മിക്കും. ആ സ്ഥലത്തിനൊരു പ്രത്യേകത, എന്തായാലും ഒരു പ്രത്യേകതയുള്ള സ്ഥലമായിട്ട് അത് തോന്നിയിട്ടുണ്ട്. അത് എന്തെങ്കിലും മനസ്സിൽ എഴുതണമെന്നുള്ള താല്പര്യം ഉണ്ടായത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ശരി, തൃക്കണ്ടിയൂർ അമ്പലവും അതിന് ചുറ്റുമുള്ള അതിനടുത്തുള്ള ഈ തുഞ്ചൻ പറമ്പിലേക്കും ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് അവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പം അത് പുനരുദ്ധാരണ കർമ്മമൊക്കെ നടത്തി MDയൊക്കെ അതിൻ്റെ സാരഥ്യമൊക്കെ ഏറ്റെടുത്ത് വലുതായി മാറിയതിന് ശേഷം ഞാൻ പിന്നെ ഇടയ്ക്കൂടെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. എന്നാലും അന്നത്തോളം ഒരു സരളത ആ പ്രദേശത്തിന് ഇപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മലയാളത്തിൻ മറ്റൊരു സുഹൃതവും മധുരം നൽകി മടങ്ങി. മലയാളത്തിൻ മറ്റൊരു സുഹൃതവും മധുരം നൽകി മടങ്ങി. മലനാട്ടിൻ മനതാരിൽ മഞ്ഞ് മധുഗണമിറ്റി മറഞ്ഞു. കഥതൻ മഹാമനീഷി മറഞ്ഞു. കാലം കടന്ന കഥന പൊരുളിൽ കൈരളിക്കേളിയുയർത്തി. അറബി പൊന്നിൻ അകപ്പൊരുൾ തേടി അഗാധ സൗഹൃദ മനനങ്ങൾ. മുമ്പേ മിത്രത നട്ടൊരു പൂമര തണലിൽ പിറന്നൊരു ഇതിഹാസം. ഒന്നിച്ചുലയിലൊരുക്കിയെടുത്തു അപൂർവ കനക സുകൃതി. ശ്രീമതി ഷീല മധു MDയുടെ കൃതി ആലാപനം ചെയ്തു. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി. കഞ്ചബാണൻ ദൂതിയായി നിന്നരികിലെത്തി. ചഞ്ചലേ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. ചടങ്ങിൽ റൂവൽ സിംഗ്, ശരത് ചന്ദ്രപിള്ള തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തട്ടാമല മധു യോഗത്തിന് നന്ദി പറഞ്ഞു. പ്രശസ്ത കവി പി ഭാസ്കരൻ സാറിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു വരിയുണ്ട്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മറവിതൻ മാർദ്ദത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തുന്ന തരത്തിൽ നോവലുകൾ എഴുതിയ, കഥകൾ എഴുതിയ, ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ ഒരു മഹാനായ എഴുത്തുകാരനെ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ എന്തോതാൻ. അങ്ങനെ ഓർക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയ വ്യക്തിത്വങ്ങൾക്ക് നന്ദി പറയാൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞ് പിരിഞ്ഞ് സമയം ലാഭിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട എൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ സ്റ്റേജിലിരിക്കുന്ന ഓരോ മുഖങ്ങളെ നോക്കുമ്പോഴും ഒറ്റ വാക്കിൽ നന്ദി പറയാൻ പറ്റുന്ന ഒന്നല്ല. ഇത്രയും നേരം ഈ അനുസ്മരണ സമ്മേളനം കേട്ട നിങ്ങളെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.